തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ആലോചനയുമായി നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ വിചിന്തനം ചെയ്യാൻ ഇങ്ങനൊരു അവസരം ദൈവം ഇന്നും നമുക്ക് തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കർത്തൃദിവസം കൂടി ആയിരിക്കയാൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന നമ്മുടെ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് ഒരു കർത്തൃദിന ചിന്ത ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഈ ദിവസം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. സർവശക്തൻ നമ്മോട് സംസാരിക്കട്ടെ, നമുക്ക് കഴിയാത്ത പലതും ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരട്ടെ എന്നുള്ള ആഴമേറിയ പ്രാർത്ഥനയോടെ നിങ്ങൾക്കിത് അനുഗ്രഹമാകട്ടെ എന്നുള്ള വലിയ ആഗ്രഹത്തോടെ ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവീക ആലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം 68 സങ്കീർത്തനത്തിൽ നിന്നാണ്. 68 സങ്കീർത്തനത്തിൻ്റെ 23 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 68 അതിൻ്റെ 23 വാക്യം. ഞാൻ അവരെ ബാശാനിൽ നിന്ന് മടക്കി വരുത്തും, സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അവരെ മടക്കി വരുത്തും. ഞാൻ അവരെ ബാശാനിൽ നിന്ന് മടക്കി വരുത്തും, സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് മടക്കി വരുത്തും. ദൈവം പറയുന്ന വാക്കാണിത്. വേദപുസ്തകത്തിനകത്ത് ദൈവത്തോട് ആളുകൾ പ്രാർത്ഥിക്കുന്ന അനേക പ്രാർത്ഥനകളുണ്ട്. ജീവിതത്തിൽ ഒരു നന്മ കാണാൻ, ഒരു ഉയർച്ച കാണാൻ, എവിടെയൊക്കെയോ പെട്ടുപോയിടത്തുനിന്ന് ഒന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രാർത്ഥനകൾ. കുഴിയിൽ അകപ്പെട്ടവരെ പോലെ അകപ്പെട്ടിട്ട് ദൈവത്തോടൊന്ന് കയറ്റണമേ എന്നാവശ്യപ്പെടുന്ന പ്രാർത്ഥനാ വാചകങ്ങൾ ഞാൻ ബൈബിളിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ സാധാരണക്കാരല്ല, സമുന്നതരായിരിക്കുന്ന ആളുകൾ ദൈവസന്നിധിയിൽ തന്നെത്താൻ കരകയറാൻ പറ്റാത്ത സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നത് പ്രാർത്ഥനാ വാചകങ്ങളിലൂടെ ഞാൻ തിരുവെഴുത്തിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവം ചിലരെ നോക്കിക്കൊണ്ട് അവരെക്കുറിച്ച് അവർക്ക് വേണ്ടി പറയുന്ന വാക്കുകൾ ഞാൻ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കാറുണ്ട്. ദൈവം എന്താണ് മനുഷ്യനോട് പറയുന്നത്? ഈ വാക്ക്, ഈ ആശയത്തിൽ, ഈ ചിന്തയിൽ ബൈബിൾ ഞാൻ പരതി അന്വേഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും നോക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വേദപഠനത്തിൽ ഏറ്റവും ശ്രേഷ്ഠവുമായി തോന്നിയിട്ടുണ്ട്. ഒന്നോടെ ഞാൻ ആവർത്തിക്കാം. അത് ദൈവത്തിന് മനുഷ്യനോട് എന്തൊക്കെയോ പറയാനുണ്ട്, മനുഷ്യന് വേണ്ടി ദൈവത്തിന് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, ദൈവം ചെയ്തു വെച്ചിരിക്കുന്ന പല കാര്യങ്ങൾ മനുഷ്യനെ അറിയിക്കാനുണ്ട്. ഞാൻ ബൈബിളിൽ ആശ്ചര്യത്തോടെ, വളരെ ഉത്സാഹകുതുകത്തോടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഭാഗമാണ് എൻ്റെ ദൈവം, അഖിലാണ്ട സൃഷ്ടാവായ ദൈവം, സർവശക്തനായ ദൈവം മനുഷ്യനോട് എന്തൊക്കെയോ പറയാൻ വ്യഗ്രതപ്പെടുന്നത്, മനുഷ്യന് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത്. ആ മനുഷ്യൻ അറിയുന്നതിനേക്കാൾ മുമ്പ് അവന് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്നത് അവനെ അറിയിക്കാൻ വേണ്ടി ദൈവം വളരെ ശ്രദ്ധിക്കുന്നത് ഞാൻ തിരുവെഴുത്തിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇതാ നമ്മൾ വായിച്ച 23 വാക്യത്തിനകത്തൊരു മനുഷ്യൻ ദൈവത്തോട് വിലപിക്കുന്ന വിലാപമല്ല, ചോദിക്കുന്ന ചോദ്യവുമല്ല, ആവശ്യപ്പെടുന്ന ഒരാവശ്യവുമല്ല. പിന്നെയോ ദൈവം മനുഷ്യനെ നോക്കി, ഒരു കൂട്ടരെ നോക്കി, ചിലരെ നോക്കി ദൈവം ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്. ദൈവം ഒരു തീരുമാനത്തിലെത്തുകയാണ്. എന്താണ് ഇവരെ നോക്കി ദൈവം തീരുമാനിച്ചത്? എന്താണ് ദൈവം ചെയ്യാൻ പോകുന്നത്? ദൈവം അത് പറയുന്നു, ഞാൻ അവരെ ബാശാനിൽ നിന്ന് മടക്കി വരുത്തും. അടുത്ത വാചകമാണ് എനിക്ക് കൂടുതലും ശ്രദ്ധേയമായി നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കാനുള്ളത്. അതിപ്രകാരമാണ്, ഞാൻ അവരെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് മടക്കി വരുത്തും. ആലങ്കാരികമാണ് ഈ പ്രയോഗം, പക്ഷെ കാര്യം ബോധ്യപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രത്യേകതയാണിത്. സമുദ്രം എന്ന് പറയുമ്പോൾ തന്നെ ഭയാനകമാണ്. സമുദ്രത്തിൻ്റെ നിന്ന് മടക്കി വരുത്തുമെന്നല്ല, സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് മടക്കി വരുത്തും. സമുദ്രത്തിൻ്റെ ആഴത്തിൽ പോയ ഒരാൾക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റിയെന്നിരിക്കില്ല. സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇന്നും മഹാരഹസ്യങ്ങളാണ്. ലോകചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്.
ഒരിക്കലും മടങ്ങി വരാൻ കഴിയാതെ, ആർക്കും മടക്കി വരുത്താൻ കഴിയാതെ, അത്രയ്ക്ക് അഗാധവും നിഗൂഢവുമാണ് സമുദ്രത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്. മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെ വിജയം കൊണ്ട് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ പോവുകയും എന്തൊക്കെയോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് ഈ അടുത്തിടയ്ക്ക് പോലും നമുക്ക് വാർത്തകളിൽ കൂടെ അറിയാനൊക്കെ ഇടയായിത്തീർന്നു. എന്നാൽ ഈ പറയപ്പെട്ടിരിക്കുന്ന വാക്കനുസരിച്ച് മനുഷ്യനെത്തിപ്പെടാൻ പറ്റാത്ത മേഖലകൾ ഇന്നും സമുദ്രത്തിൻ്റെ ആഴത്തിലുണ്ട്. ചെന്നു പറ്റാൻ പറ്റിയല്ല, മനുഷ്യനെ കൊണ്ടൊക്കിയല്ല. അത്ര ആഴവും അഗാധഗർത്തവുമായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മടക്കി വരുത്താൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. ആ നിശ്ചയദാർഢ്യം ഈ വാചകത്തിലൂടെ ദൈവം പുറത്തേക്ക് പറയുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ മടങ്ങി വരിക എന്നൊരാഹ്വാനമുണ്ട്. ദൈവമാണ് പറയുന്നത്. മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ നാം ചെയ്യേണ്ട കാര്യമാണ്. ചില കാര്യത്തിൽ നിന്നൊക്കെ നാം മടങ്ങി വരണം. നമ്മളെക്കൊണ്ട് പറ്റും, ചെയ്യണം, പറ്റിയേ മതിയാകും. എന്നാൽ ചിലർക്ക് ചില വിഷയത്തിൽ നിന്ന്, ചില പ്രശ്നത്തിൽ നിന്ന്, ചില ആഴത്തിൽ നിന്ന് തന്നെത്താൻ മടങ്ങി വരവ് നടക്കുകയില്ല. മനുഷ്യനെ കൊണ്ട് സഹായിക്കാൻ നോക്കിയാലും നടക്കുകയില്ല. അവിടെ ദൈവം പറയുന്നു, നീ മടങ്ങി വരിക എന്നല്ല, ഞാൻ അവരെ മടക്കി വരുത്തും എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ആത്മാവിന്ന് ഈ ഞായറാഴ്ച തിരുമുമ്പിൽ ഇരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, നിങ്ങളാരെങ്കിലും വലിയ ഭാരത്തിലകപ്പെട്ടു, നിങ്ങൾക്ക് തന്നെ മടങ്ങി വരാൻ പറ്റുന്നില്ല. ചില ആളുകൾ അബദ്ധം പറ്റിപ്പോയതായിരിക്കും, അഡിക്റ്റായി പോയതായിരിക്കും, ആരോ കൊണ്ടുവന്ന് കുഴിക്കകത്ത് തള്ളിക്കളഞ്ഞതായിരിക്കും. ഇവനൊരിക്കലും ഇനി മടങ്ങി വരരുത് എന്ന് കാലേ കൂട്ടി പ്ലാൻ ചെയ്ത് മനുഷ്യബുദ്ധി ഉപയോഗിച്ച് ചവിട്ടി താത്തിയതുപോലെ എന്നേക്കുമായിട്ട് പൊങ്ങി വരാതിരിക്കാൻ, മടങ്ങി വരാതിരിക്കാൻ വേണ്ടി ഒതുക്കി താത്തിക്കളഞ്ഞതായിരിക്കും, ചേറ്റിൽ പൊതച്ച് കളഞ്ഞതുപോലെ. പക്ഷേ ദൈവം നിശ്ചയിച്ചാൽ അവിടെ നിന്നെല്ലാം ദൈവം മടക്കി വരുത്തും. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒറ്റയ്ക്ക് പൊങ്ങി വരാൻ പറ്റാത്ത, മടങ്ങി വരാൻ പറ്റാത്ത, ജീവിതത്തിൻ്റെ ആ നോർമൽ ലെവലിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു കൊച്ചൻ പഠിക്കാൻ വിട്ടതാ, എന്താണെന്നറിയില്ല, അവൻ എന്തിൻ്റെയോ നിഗൂഢമായിരിക്കുന്ന ആഴത്തിലേക്ക്, സമുദ്രത്തിൻ്റെ അടിയിൽ അഗാധഗർത്തത്തിലേക്ക് പോയതുപോലെ പോയി, ഒന്നും പിടികിട്ടുന്നില്ല. പലരോട് ചോദിച്ചു, പ്രാർത്ഥനക്കാർ, സൈക്കാട്രിക് എന്ന് വേണ്ട എല്ലാ മേഖല നോക്കി, പക്ഷെ മടങ്ങി വരുന്നില്ല. പക്ഷെ ദൈവം പറയുന്നു, മടക്കി വരുത്താൻ കഴിയുന്നൊരു ദൈവം ഉണ്ടല്ലോ. നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ പ്രതിസന്ധി നിങ്ങളെക്കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഈ വാക്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രെഡ് അതാണ്. സമ്മതിക്കണം, എന്നെക്കൊണ്ട് ഒക്കുന്നില്ല കർത്താവേ, തന്നെത്താനൊരു മടങ്ങി വരവ് ഈ ആയുസ്സിൽ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് ആഴത്തിലേക്ക് പോയി, ബിസിനസ്സിൽ പരാജയപ്പെട്ടു, കുടുംബജീവിതത്തിൽ അത്ര ആഴത്തിലേക്ക് പോയി, ഇനി ആര് പറഞ്ഞാലും കേൾക്കുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് ആഴമെന്ന വാക്ക് അങ്ങനെ ഒരു സൂചന തരുന്നതാ. നമുക്ക് തന്നെ തല്ലിപ്പിടച്ച് കയറിപ്പോരാൻ പറ്റുന്ന കുഴികളൊക്കെ ഉണ്ടെന്ന്. ആറ്റിൽ വീണവരൊക്കെ ചിലരൊക്കെ ആരുമില്ലെങ്കിലും തന്നെ കച്ചിത്തുമ്പ പിടിച്ചൊക്കെ കയറി പോന്നിട്ടുണ്ട്. ഈ വെള്ളപ്പൊക്കത്തിലൊക്കെ വാർത്തയൊക്കെ വരാറുണ്ട്. ഇവിടെ ഈ ആറ്റിലൊക്കെ വീണ ചില അമ്മച്ചിമാർ എങ്ങനെയോ തപ്പിപ്പിടിച്ച് കയറി പോന്നിട്ടുണ്ട്. എന്നാൽ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് പോയ ചിലർക്ക് മടങ്ങി വരവ് നടക്കില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ സ്വപ്നങ്ങളിലേക്ക്, ആ പഴയ ജീവിതത്തിലേക്ക്, ആ പഴയ സന്തോഷത്തിലേക്ക് ഒരിക്കലും ഇനി തിരിച്ചു കയറാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് ആഴത്തിലേക്ക് പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഈ വാക്യം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളെ നോക്കിയാണ് ദൈവം ഇത് എഴുതിപ്പിച്ചത്. നിങ്ങളെ നോക്കിയാണ് ദൈവം ഇത് പറയുന്നത്. ഞാൻ ചിലരെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് മടക്കി വരുത്താൻ പോകുന്നു. ഹല്ലേലൂയ. മെയ് മാസത്തിൻ്റെ പകുതി എത്തിയില്ല, കുറേ ദിവസം കൂടിയുണ്ട്.
ഈ മാസം ചിലരെ വലിയ ആഴത്തിൽ നിന്ന് മടക്കി വരുത്തും. പെട്ടുപോയി, ഇനി ഊരിപ്പോരാൻ പറ്റില്ല, ജാമ്യം പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല, അത്രയ്ക്ക് ആഴത്തിലായിപ്പോയി എന്ന് തോന്നുന്ന ചില തകർച്ചയിൽ നിന്ന് മടക്കി വരുത്താൻ ഇനി ആർക്കും കഴിയില്ല ബ്രദർ, സിസ്റ്റർ. പക്ഷേ ഈ വാക്യം നമുക്ക് തരുന്ന ശുഭസൂചന, ദൈവം തീരുമാനിക്കുന്നു മടക്കി വരുത്താൻ. അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ചില സമയത്ത് കേൾക്കാറുണ്ട്, അവരുടെ ചില പ്രത്യേക ഒക്കേഷണൽ ദിവസങ്ങളിൽ കുറ്റവാളികളെ, വിസയില്ലാതെ നിന്നവരെ, ജയിലിൽ കിടക്കുന്നവരെ, ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്യാത്തവരെ കുറ്റവിമോചിതരാക്കി നാട്ടിലേക്ക് മടക്കി അയക്കുന്നു. നിങ്ങളും കേൾക്കാറില്ലേ? 250 പേർക്ക് മോചനം കൊടുക്കുന്നു. ആയിരക്കണക്കിന് കുറ്റവാളികൾ കിടക്കുന്ന കാരാഗ്രഹത്തിൽ നിന്ന് 250 പേരെ ഗവൺമെൻറ് സ്വതന്ത്രമാക്കുന്നു. ആരായിരിക്കും എന്ന് പറയാനൊക്കില്ല. എന്നതുപോലെ ഈ മെയ് മാസത്തിൽ ആരെയൊക്കെയോ സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവം മടക്കി വരുത്താൻ പോകുന്നു. ആരെയൊക്കെയാണെന്ന് എനിക്കറിയില്ല. എന്നെ കേൾക്കുന്ന 10,000-കണക്കിന് ആളുകളിൽ ആരെയൊക്കെയോ ജീവിതത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, ആ നോർമൽ മൈൻഡിലേക്ക്, ആ പഴയ ആത്മീകത്തിലേക്ക്, ആ ജീവിതത്തിൻ്റെ നല്ല കാലത്തിലേക്ക് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ആഴത്തിൽ നിന്ന് മടക്കി വരുത്താൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സന്തോഷ വാർത്ത ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചൊരു പോസ്റ്റ്മാനെ പോലെ നിങ്ങളുടെ അടുക്കലെത്തിക്കുകയാണ്. പ്രാർത്ഥിച്ചു. ഈ മാസം അങ്ങ് നിശ്ചയിച്ചിരിക്കുന്ന ആരെയൊക്കെയാണെന്നറിയില്ല, അവനെ എന്നല്ല അവരെ എന്ന ബഹുവചനമാണ്. ആരെയൊക്കെയോ ദൈവം നിശ്ചയിച്ചു. ഞാൻ പച്ചയ്ക്കത് വിശ്വസിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ, ഞാൻ ഈ വാക്ക് വിശ്വസിക്കുന്നു. ഈ കൂട്ടത്തിൽ ഒരാളായിട്ട് എന്നെ കൂടെ, എൻ്റെ മോനെ കൂടെ, എൻ്റെ പ്രിയപ്പെട്ടവനെ കൂടെ, എൻ്റെ ദൈവമേ എന്നെ കൂടെ ഈ മടക്കി വരുത്തുന്ന ഗ്യാങ്ങിൽ എന്നെ കൂടി പെടുത്തണേ. പൊക്കിക്കൊണ്ട് വരുന്നവരുടെ കൂടെ എൻ്റെ മോനും കൂടി കാണണേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. കേട്ടിട്ട് മറക്കരുത്, കേട്ടിട്ട് പ്രാർത്ഥിക്കണം. നിശ്ചയമായും വിശ്വസിക്കുന്നവരെ ദൈവം സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് മടക്കി വരുത്തും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അസാധാരണ കഴിവും നല്ല പേഴ്സണാലിറ്റി, നല്ല കുടുംബശ്രേഷ്ഠതയും, ജീവിക്കാൻ പോകുന്ന എല്ലാ വിദ്യാഭ്യാസവും ആരോഗ്യവും എല്ലാം ഉണ്ടായിട്ടും ഏതോ ആഴത്തിലേക്ക് തന്നെത്താൻ കയറിപ്പോരാൻ പറ്റാത്ത അഗാധഗർത്തത്തിലേക്ക് വീണുപോയ ആരെയൊക്കെയോ എൻ്റെ ദൈവം ഈ മാസം തിരിച്ചു വരുത്താൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിലേക്ക്. അവരാരാന്നറിയില്ല. ഈ കേൾക്കുന്നതിൽ ആരെങ്കിലും എന്നെ കൂടെ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം അവരെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് മടക്കി വരുത്തുന്നവനെ ഒന്ന് മടക്കി വരുത്തിയാക്കണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.